അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ അടുത്ത പില്ലറായിട്ടുള്ള ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതൊരു ഫാമിലി ട്രീ ആണല്ലേ. ഇപ്പം ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അവരുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് അവരുടെ കണ്ണോ മൂക്കോ അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ കഴിവോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാറുണ്ടല്ലേ. ആ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്, അതായത് പാരമ്പര്യമായിട്ട് കിട്ടിപ്പോവാറുണ്ട്. അതായത് നമ്മളുടെ പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ നമ്മളുടെ പ്രോഗ്രാമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലാസ്സസിന് അതിൻ്റെ പേരൻറ് ക്ലാസ്സിലെ പ്രോപ്പർട്ടീസും മെത്തേഡും ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ പ്രോഗ്രാമിനെ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്ത് പല പല ക്ലാസ്സുകളാക്കി മാറ്റുന്നുണ്ടല്ലേ. അതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ അതിൻ്റെ സൂപ്പർ ക്ലാസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ പേരൻറ് ക്ലാസ്സിലെ പ്രോപ്പർട്ടീസിനെയും മെത്തേഡ്സിനെയും ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പ്രോപ്പർട്ടീസും മെത്തേഡും നമ്മളുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിലോട്ട് വരുത്താനായിട്ട് നമുക്ക് പറ്റും. അത് എങ്ങനെയാണെന്ന് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു ഷെഫും അസിസ്റ്റന്റ് ഷെഫും ആണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ജോലി കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരുടെയും ജോലി എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു ഷെഫിനെയും അസിസ്റ്റന്റ് ഷെഫിനെയും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ആക്ച്വലി കുക്ക് ചെയ്യാനായിട്ട് അറിയാം അല്ലേ. രണ്ടുപേർക്കും കുക്ക് ചെയ്യാൻ ഒരാൾക്ക് കൂടുതലായിട്ട് അറിയാം, ഒരാൾക്ക് പഠിച്ചു വരുന്നതേ ഉള്ളൂ ഒരു അസിസ്റ്റന്റ് ഷെഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. അപ്പം നമ്മൾ ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ക്ലാസ്സുകൾക്ക് രണ്ടും സിമിലാരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്ത് ഡിഫറെൻറ്റ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സിമിലാരിറ്റി വരുന്ന ക്ലാസ്സുകളെ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകുന്ന പരിപാടിയാണ്. എന്നാൽ അതിന് പകരമായിട്ട് നമ്മളൊരു പുതിയ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഴയ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസും മെത്തേഡും എല്ലാം ഈ ഒരു പുതിയ ക്ലാസ്സിന് കിട്ടുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാനായിട്ട് പറ്റും. വീണ്ടും ഈ ഒരു പ്രോപ്പർട്ടീസും മെത്തേഡും എല്ലാം നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. അവരുടെ പ്രോപ്പർട്ടീസ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലോട്ടും കൂടി എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റുമല്ലേ. അതിനൊരു എക്സാമ്പിൾ ഞാൻ നമ്മുടെ ഡാട്ട് പാളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ പുതിയൊരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കാർ ക്ലാസ് ആണ് ഞാൻ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാർ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രോപ്പർട്ടീസിനെ കൊടുക്കാനായിട്ട് പോവാണ്. ഫസ്റ്റ് തന്നെ ഞാനിതിന് നമ്പർ ഓഫ് വീൽസ് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കാറിലെ നമ്പർ ഓഫ് വീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീൽസ് ആണ് ഞാനിതിന് കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ കാറിന് ഒരു മെത്തേഡും കൊടുക്കാനായിട്ട് പോവാണ്. ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുവാണ് നമ്മുടെ കാർ ക്ലാസ്സിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രൈവ് മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീൽസ് തിരിയാനായിട്ട് തുടങ്ങും. ഇതാണ് നമ്മൾ ഡ്രൈവ് മെത്തേഡിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ അപ്പോൾ ഈ ഒരു കാർ ക്ലാസ് വെച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്ലാസ് നെയിം കൊടുക്കുന്നു, അതിനുശേഷം നമ്മുടെ കാറിനൊരു പേര് കൊടുക്കുന്നു. സോ ഞാനിവിടെ മൈ നോർമൽ കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഒരു പുതിയ ഒരു ഒബ്ജക്റ്റിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് നെയിം കൊടുക്കുന്നു, 2 empty parentheses കൊടുക്കുന്നു, ഒരു സെമി കോളനും കൂടി കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മൈ നോർമൽ കാർ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ നോർമൽ കാറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അതിൻ്റെ ഉള്ളിൽ മൈ നോർമൽ കാർ ഡോട്ട് നമ്പർ ഓഫ് വീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി ഇത് നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ആ ഒരു കാറിൽ എത്ര വീൽസ് ഉണ്ട്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് നമുക്കിവിടെ പ്രിന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റിലൂടെ. ഇനിയിപ്പോൾ നമ്മുടെ മെത്തേഡ് നമ്മളിവിടെ കോൾ ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മൈ നോർമൽ കാർ ഡോട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ് കോൾ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഇവിടെ കോൾ ആവുന്നതാണ്, നമ്മുടെ വീൽസ് റോൾ ആവുന്നതാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതും അതുവഴി നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇനി നമ്മൾ എന്താണ് ഇൻഹെറിറ്റൻസ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേരന്റ് ക്ലാസ്സിലെ പ്രോപ്പർട്ടീസും മെത്തേഡും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മളൊരു പുതിയ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അതാണ് ആക്ച്വലി ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയൊരു ക്ലാസ്സിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് ഞാൻ ഇലക്ട്രിക് കാർ എന്നൊരു പേര് കൊടുക്കാനായിട്ട് പോവാണ്.
അപ്പം ഈ ഒരു ഇലക്ട്രിക് കാറിന് ആക്ച്വലി ഈ രണ്ട് പ്രോപ്പർട്ടീസും ഉണ്ട്. അതായത് നമ്പർ ഓഫ് വീൽസ് 4 അതിന്, അതേപോലെ തന്നെ അതിനൊരു ഡ്രൈവ് മെത്തേഡും ഉണ്ട്. ബിക്കോസ് അത് വീൽസ് റോൾ ആവും അല്ലേ. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സും ആക്ച്വലി നമ്മുടെ കാർ ക്ലാസ്സിനും ഉണ്ട്. ഇനിയിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എനിക്ക് ഇത് തന്നെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അതേ പ്രോപ്പർട്ടീസും മെത്തേഡും ഈ ഒരു ക്ലാസ്സിലോട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഇൻഹെറിറ്റൻസിലൂടെ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻസ് എന്ന കീവേഡാണ് നമ്മൾ ഡാർക്കിൽ യൂസ് ചെയ്യുന്നത്. എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുന്നു, അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഏത് ക്ലാസ് ആണോ ആ ഒരു ക്ലാസ് നെയിം ഞാനിവിടെ കൊടുക്കുന്നു. അപ്പം ഈ ഒരു കാർ ക്ലാസ്സിലെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഈ ഒരു ഇലക്ട്രിക് കാറിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു കാർ ക്ലാസ്സും കൂടി ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നോർമലി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു നമ്പർ ഓഫ് വീൽസും ഞാൻ കൊടുക്കുന്നില്ല, ഡ്രൈവ് മെത്തേഡും ഞാൻ കൊടുക്കുന്നില്ല. ഇനി ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ പുതിയ ഒബ്ജക്റ്റിനെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനായിട്ട് നമ്മുടെ ക്ലാസ് നെയിം നമ്മൾ കൊടുക്കുന്നു ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ കാർ നെയിം നമ്മളിവിടെ കൊടുക്കാനായിട്ട് പോവാണ്. സോ ഞാനിവിടെ മൈ ന്യൂ ടെസ്ല എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പേര് കൊടുക്കാനായിട്ട് പോവാണ്. അതിനുശേഷം ഈക്വൽ സൈൻ ഇട്ടതിന് ശേഷം നമ്മളൊരു പുതിയ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനായിട്ട് നമ്മുടെ ക്ലാസ് നെയിം കൊടുക്കാം, ഇലക്ട്രിക് കാർ എന്ന പേര് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം 2 പാരാന്തസിസും ഒരു സെമി കോളനും കൂടിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു കാർ ക്ലാസ്സിന് നമ്മുടെ വീൽസ് ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇതിലെ ഒരു പ്രോപ്പർട്ടീസും കൊടുത്തിട്ടില്ല, നമ്പർ ഓഫ് വീൽസ് കൊടുത്തില്ല, ഡ്രൈവ് മെത്തേഡ് കൊടുത്തില്ല, ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഞാൻ ഇതിനൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതിലെ ഒന്ന് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് ഞാൻ പ്രിൻ്റ് കൊടുക്കുകയാണ്. നമ്മുടെ മൈ ന്യൂ ടെസ്ലയുടെ വീൽസ് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പം ഓൾറെഡി വീൽസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. മൈ ടെസ്ല ഡോട്ട് വീൽസ് എന്ന് നമ്പർ ഓഫ് വീൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ടെസ്ലയ്ക്ക് 4 വീൽസാന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ മൈ ടെസ്ല ഡോട്ട് ഡ്രൈവ് മെത്തേഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്ല ആക്ച്വലി ടെസ്ലയുടെ വീൽസ് കറങ്ങാൻ തുടങ്ങുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ആക്ച്വലി സംഭവിച്ചത് ഈ ഒരു ക്ലാസ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തതിലൂടെ തന്നെ ഇതിലെ പ്രോപ്പർട്ടീസും മെത്തേഡും എല്ലാം നമ്മുടെ ഇലക്ട്രിക് കാറിലോട്ടും വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടീസും മെത്തേഡും വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ഇനി നമ്മുടെ ഇലക്ട്രിക് കാറിൽ പ്രത്യേകിച്ച് എന്ത് ഫംഗ്ഷനാലിറ്റി, പുതിയതായിട്ട് എന്ത് ഫംഗ്ഷനാലിറ്റി ആണുള്ളത് അത് മാത്രം നമ്മൾ കൊടുത്താൽ മതി. പഴയ ക്ലാസ്സിൻ്റെ ഒരു കാര്യങ്ങളും നമ്മൾ സിമിലാരിറ്റി ഉള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് കാറിൽ പുതിയതായിട്ടൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക് കാർ ഇലക്ട്രിസിറ്റി കൊണ്ട് ഓടുന്ന ഒരു കാറാണ്. അതുകൊണ്ട് തന്നെ അതിന് ബാറ്ററിയും കാര്യങ്ങളും ഉണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു പുതിയ പ്രോപ്പർട്ടിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ബാറ്ററി എന്ന് പറഞ്ഞിട്ട് ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിളിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഞാൻ 100 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയും ഇതിനകത്ത് ഞാനൊരു മെത്തേഡിനെയും കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. റീചാർജ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം റീചാർജ് പറഞ്ഞ മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് സപ്പോസ് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും 100 മാറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആക്ച്വലി നമ്മുടെ ടെസ്ലയ്ക്ക് റീചാർജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സിമ്പിളായിട്ട് മൈ ന്യൂ ടെസ്ല ഡോട്ട് റീചാർജ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. നമ്മുടെ ടെസ്ല ആക്ച്വലി റീചാർജ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിമിലാരിറ്റിയുള്ള 2 ക്ലാസ്സസ്, ഇപ്പം രണ്ടും കാറാണല്ലേ, രണ്ടിനും 4 വീലുണ്ട്, രണ്ടിനും അതേപോലെ തന്നെ വീൽസ് കറങ്ങാനായിട്ട് പറ്റും. അപ്പം നമ്മളൊരു പുതിയ കാർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 പ്രോപ്പർട്ടീസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കാറിന് എന്ത് പ്രത്യേകതയാണോ ഉള്ളത് അത് മാത്രം നമ്മളിവിടെ കൊടുത്താൽ മതി. പഴയ ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിനെയും മെത്തേഡിനെയും ഈ ഒരു എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ക്ലാസ്സിലെ പ്രോപ്പർട്ടീസും മെത്തേഡ്സിനെ നമുക്ക് ഇതിനകത്തേക്ക് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.